നമസ്തേ. സനാതനധർമ്മം തമിഴ്നാട്ടിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് പ്രധാന കാരണം രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷമാണ്. ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും സനാതനധർമ്മം ഇല്ലാതാക്കണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളതിനാൽ ആത്മീയ രാഷ്ട്രീയ നറേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തമായ മാധ്യമവേദികൾ ഇല്ലാത്തത് BJPക്കും സനാതനധർമ്മത്തിനും വലിയ കുറവായി മാറിയിട്ടുണ്ട്. DMK നേതാക്കൾ സനാതനധർമ്മത്തെ രോഗവുമായി താരതമ്യം ചെയ്തും TVK നേതാക്കൾ അതില്ലാതാക്കാനാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും പ്രസ്താവിച്ചിട്ടുള്ളത് രാഷ്ട്രീയ വിരോധത്തിന്റെ തെളിവുകളാണ്. ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യത്തിലേക്കും മുന്നേറാൻ നമുക്കൊരു വേദി ആവശ്യമാണ്. വേദിയില്ലെങ്കിൽ നമ്മുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തില്ല. എന്നാൽ അതിലും വലിയൊരു സത്യമുണ്ട്. മാധ്യമം എല്ലാം നിർണയിക്കില്ല, പക്ഷേ ശരിയായ വേദി ഉണ്ടെങ്കിൽ അത് നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കും. തമിഴ്നാട്ടിൽ BJPക്ക് സ്വന്തം ഹൈന്ദവ ദ്രാവിഡ സംസ്കാര ചാനൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൺ TV, കലൈഞ്ഞ TV, ജയ TV പോലുള്ള പ്രധാന ചാനലുകൾ ദ്രാവിഡ പാർട്ടിയുടെ കൈവശമാണ്. BJP പലപ്പോഴും TV ഡിബേറ്റുകളിൽ മതിയായ റെപ്രസെന്റേഷൻ ലഭിക്കുന്നില്ല എന്ന് ആരോപിക്കുകയും നിരാശരായി സ്വയം കുറ്റപ്പെടുത്തി ജീവിക്കുന്നു. അതിനാൽ അതിജീവനത്തിന് അവർ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, പരിശീലനം നേടിയ പാനലിസ്റ്റുകൾ എന്നിവ വഴി തങ്ങളുടെ ശബ്ദമുയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പരാജയങ്ങളെ അതിജീവിക്കാൻ ആശയപരമായ അടിത്തറ ആവശ്യമാണ്. ഹൈന്ദവ ദ്രാവിഡ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആത്മീയ ആചാര അനുഷ്ഠാനങ്ങളിലെ മോട്ടിവേഷൻ തത്വങ്ങൾ എന്നിവയെ ചേർത്ത് പിടിക്കുമ്പോഴും ശക്തമായ ഡിബേറ്റുകളിലൂടെയും വാർത്തകളിലൂടെയും ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായി മാറുമ്പോൾ ഇരട്ട ലക്ഷ്യം കൈവരിക്കാം. ഇത് വെറും ഒരു നിർദ്ദേശമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ഘടനാപരമായ പ്രതീക്ഷയാണ്. നമുക്ക് മുന്നിൽ വ്യക്തമായ ചില കർമ്മ പദ്ധതികളുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങളിൽ റെപ്രസെന്റേഷൻ കുറവാണെങ്കിൽ യൂട്യൂബും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് പുതിയ ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിക്കുക. സൗജന്യ ജേർണലിസ്റ്റ് പഠനം എല്ലാവർക്കും നൽകുക. ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു ജനതയാണ് തമിഴ്നാട് ജനത. അതിനാൽ എല്ലാവർക്കും ലീഡർഷിപ്പ് മാനേജ്മെന്റ് പരിശീലനം നൽകുക. വന്നവരെയൊക്കെ വാടാൻ അനുവദിക്കുന്നവരാണ് തമിഴ്നാട് ജനത. പാനലിസ്റ്റുകൾക്ക് കൃത്യമായ പരിശീലനം നൽകി വസ്തുതാപരമായ വാദങ്ങളിലൂടെ എതിരാളികളെ നേരിടുക. മാധ്യമം കേവലം വാർത്താ വിതരണമല്ല, അത് സമൂഹത്തിന്റെ മനോഭാവം അളക്കുന്ന ഉപകരണം കൂടിയാവണം. CSR പോലെ TSR, ടെമ്പിൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. മാധ്യമങ്ങളെക്കാൾ കരുത്തുള്ളത് ജനതകളുടെ വിശ്വാസങ്ങളുടെയും മനോഭാവത്തിനാണ്. ഓരോ പൗരനും ചോദിക്കണം, ഈ മാധ്യമം എന്റെ സമൂഹത്തിന് എന്ത് നൽകുന്നു? ഈ ചോദ്യം ഉയരുമ്പോൾ മാറ്റം അനിവാര്യമായി വരും. മാധ്യമം നമുക്ക് ശബ്ദം നൽകുക മാത്രമല്ല, കൃത്യമായ ഒരു ദിശ കൂടി നൽകുന്നു. ആ ദിശ ശരിയാണെങ്കിൽ സമൂഹം സാവധാനം മാറുകയും വിജയം നമ്മെ തേടിയെത്തുകയും ചെയ്യും. ഓർക്കുക, വളർച്ച എന്നത് കിട്ടുന്ന അവസരങ്ങളിൽ മാത്രമല്ല, നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന വേദികളിലുമാണ്. മാധ്യമം മനോഭാവം ഒന്നിച്ചാൽ നമുക്ക് പുതിയൊരു ചരിത്രം രചിക്കാം.